യേശുവിനെതിരെ പീലാത്തോസിന് മുമ്പിൽ നിരവധിയായ ആരോപണങ്ങളാണ് അവർ ഉയർത്തിയത് മരണശിക്ഷയ്ക്ക് വേണ്ടി. അതിൽ ഒരു ആരോപണം ഇതായിരുന്നു: ഇവൻ തന്നെ തന്നെ ദൈവമാക്കിയിരിക്കുന്നു, ദൈവത്തിനെ കണക്ക് തുല്യനാക്കിയിരിക്കുന്നു. അതാണ് ആരോപണം. ഈ ആരോപണത്തിൻ്റെ പേരിലും കൂടിയാണ് യേശുവിനെ കൊല്ലാനായിട്ട് പീലാത്തോസ് വിധിവാചകം വച്ചിരിക്കുന്നത്. ആ ഒരു ആരോപണത്തിൻ്റെ ബേസ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതാണ് ഇന്നത്തെ ഗോസ്പൽ. യേശു ഇപ്പോൾ നിൽക്കുന്നത് ജെറുസലേം ദേവാലയത്തിലാണ്. എന്ന് വെച്ചാൽ എല്ലാ പുരോഹിത പ്രമുഖന്മാരും നിയമത്തിലൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. അവർ നിയമങ്ങൾ നോക്കി, യഹൂദരൊക്കെ വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ ട്രഡീഷൻ കീപ്പ് ചെയ്യുന്നവരാണ്. ഇവരുടെ ഇടയിൽ നിന്നാണ് യേശു പറഞ്ഞത്, ഞാനും പിതാവും ഒന്നാണ്. ഇത് കേട്ടപ്പോൾ അവർക്ക് സഹിച്ചില്ലെന്ന് മാത്രമല്ല, അവർ കൃത്യമായ ഇൻ്റർപ്രിട്ടേഷൻ നടത്തി, ഇവൻ ദൈവത്തിന് തുല്യനാക്കിയിരിക്കുന്നു. ഒരു സത്യമായിരുന്നു യേശു പറഞ്ഞത്. പക്ഷെ പ്രശ്നം, ഈ സത്യം മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ അവരത്രത്തോളം ഹൃദയവിശാലതയോടെ ക്രിസ്തുവിനെ സമീപിച്ചിട്ടില്ല. ഇവർ യേശുവിൻ്റെ പിന്നാലെ എപ്പോഴും ഉണ്ടായിരുന്നവരാണ്. യേശുവിൻ്റെ ഓരോ പ്രവൃത്തികളെയും അനലൈസ് ചെയ്തവരാണ്, യേശുവിനെ കൃത്യമായി ഒബ്സർവ് ചെയ്തവരാണ്. പക്ഷേ ഈ ഒബ്സർവേഷനിലോ ഈ അനലൈസിങ് സിറ്റുവേഷനിലൊക്കെ ഇവർ ഒരിക്കൽ പോലും യേശുവിനെ തുറന്ന മനസ്സോട് കണ്ടില്ല. ഇവർ ക്ലോസ്ഡ് സർക്കിളിൽ നിന്ന് യേശുവിനെ കണ്ടു. അതുകൊണ്ട് തന്നെ അവനിൽ ദൈവത്തെ കാണാൻ അവർക്ക് പറ്റിയില്ല. അതുകൊണ്ടൊരു തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് അവരത് വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് അവനെ കൊല്ലാനുള്ളൊരു ആരോപണമാക്കി മാറ്റി യേശുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ ഓർക്കണം, നമ്മൾ യേശുവിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു തുറന്ന മനസ്സോടുകൂടി വിശാല ഹൃദയത്തോടുകൂടി നമ്മൾ എത്തിയില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. വളരെ ക്ലോസ്ഡ് സർക്കിളൊക്കെ നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് തുടങ്ങിയാൽ പാതിയിൽ ഫെയിലായി പോകും. അതാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കണ്ടത്. അവർ യേശുവിനെ തുറന്ന മനസ്സോടുകൂടി കാണാത്തതുകൊണ്ട് അവർക്ക് യേശുവിൻ്റെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി. അവർ യേശുവിനെ കൊന്നുകളഞ്ഞു. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറേ സയൻറ്റിഫിക്കായിട്ടും കുറേ റീസണിങ്ങൊക്കെ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി നമ്മളുടെ ഇട്ടാവട്ടമുള്ള മനസ്സുകൊണ്ട് ക്രിസ്തുവിനെ അനലൈസ് ചെയ്യുമെന്ന് വെച്ചാൽ തെറ്റിപ്പോവും. നമ്മളുടെ കാൽക്കുലേഷൻ പിഴച്ചു പോവും. നമ്മൾ ചിന്തിക്കുന്നതിനും നമ്മുടെ ബുദ്ധിക്കും അപ്പുറത്താണ് ദൈവമെന്ന് ചിന്തിക്കുന്നിടത്ത് എല്ലാ വിശ്വാസത്തിൻ്റെയും അതിനപ്പുറത്തേക്കൊരു ദൈവബന്ധത്തിൻ്റെയും തലമുണ്ട്. ആ തലത്തിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.